ഈ വീഡിയോ ഇന്ത്യയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സ്കാമിനെ കുറിച്ച് ഇറങ്ങിയ ഒരു വെബ് സീരീസ് ആയിട്ടുള്ള 1992 സ്കാം എന്ന വെബ് സീരീസിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ഇതിനെ ഡീറ്റെയിൽ ആയി തന്നെ ഒറിജിനൽ സംഭവങ്ങളുമായി കോർത്തിണക്കിക്കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വരൂ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൊബൈലും ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും ഇല്ലാത്ത കാലം. മനുഷ്യജീവിതവും ഇന്ത്യൻ എക്കോണമിയും സർക്കാർ കാര്യങ്ങളും എല്ലാം വളരെ സ്ലോ ആയി പോകുന്ന കാലം. പക്ഷേ സ്പീഡിൽ ചലിക്കുന്ന ഒന്ന് മാത്രമുണ്ടായിരുന്നു: മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സാധാരണക്കാരൻ സ്റ്റോക്കിൽ തൻ്റെ ഭാഗ്യപരീക്ഷണം നടത്തുന്ന സ്ഥലം. പക്ഷേ ഇന്ത്യൻ എക്കോണമിയെ തന്നെ പിടിച്ചുകുലുക്കുന്ന ഒരു ദിവസം വന്നു. ആ ദിവസത്തിന് തൊട്ടു മുമ്പ്, അതായത് ഏപ്രിൽ 22, 1992, ശരത് ബില്ലാരി എന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി സുജിത എന്ന റിപ്പോർട്ടറെ ചെന്ന് കാണുന്നു. സുജിത ഫിനാൻസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു. ബില്ലാരി വളരെയധികം ഭയചകിതനായിരുന്നു. അവൻ SBIയിൽ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് സുജിതയോട് പറയുന്നു. അവൻ പോയി ഓഫീസിൻ്റെ വാതിൽ അടയ്ക്കുന്നു. എന്നിട്ട് പറയുന്നു, 500 കോടി രൂപയുടെ ഫ്രോഡ്. SBIയുടെ കയ്യിൽ നിന്നും 500 കോടി രൂപ മിസ്സിംഗ് ആണ്. ബാങ്ക് റെസിപ്റ്റ് ഒന്നുമില്ലാതെ പേയ്മെൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. റിപ്പോർട്ടർ ചോദിക്കുന്നു, എത്ര രൂപയുടെ തട്ടിപ്പാണെന്ന് നിങ്ങൾക്കറിയാമോ? ആരാണ് ഈ തട്ടിപ്പ് ചെയ്തത്? പേടിച്ച ഭാവത്തിൽ ബില്ലാരി പറയുന്നു, അത് ഹർഷത് മേത്തയാണ്. 1992 ഹർഷത് മേത്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടാക്സ് പെയർ ആയിരുന്നു. 24 കോടി രൂപയായിരുന്നു ഹർഷത് മേത്ത ടാക്സായി പേ ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് 4000 കോടി രൂപയുടെ സ്വത്തുവകകൾ ഉണ്ടായിരുന്നു. ഇൻഫ്ലേഷൻ അനുസരിച്ച് ഇന്നത്തെ വില കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം 24,000 കോടിക്ക് മുകളിൽ ഈ സ്വത്തുക്കൾ ഉണ്ടായിരിക്കും. ലോവർ മിഡിൽ ക്ലാസ്സിലെ ഒരാൾ ഇത്രയും സ്വത്തുക്കൾ എങ്ങനെ ഉണ്ടാക്കി? ഹർഷത് പഠിക്കാൻ പുറകിലായിരുന്നെങ്കിലും നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. അച്ഛന് ടെക്സ്റ്റൈൽസിൻ്റെ ബിസിനസ് ആയിരുന്നു. അത് പക്ഷേ വളരെ ഫ്ലോപ്പായിരുന്നു. കുടുംബം നോക്കുന്നതിനായി ഹർഷത് ഒരുപാട് ചെറിയ ജോലികൾ ചെയ്തിരുന്നു. ഹർഷതിൻ്റെ സഹോദരനും ഒരു ബാങ്കിൽ ജോലി നോക്കുന്നുണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷം ഹർഷത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടി. ഹർഷത്തിൻ്റെ ഫാമിലി ഈ ചെറിയ വീട്ടിലായിരുന്നു ജീവിച്ചിരുന്നത്. ഹർഷത്തിന് ഈ ചെറിയ വീട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്ത് കടക്കണമായിരുന്നു. അത് അവൻ അവൻ്റെ സഹോദരനടുത്തും പറയുമായിരുന്നു. ജിഗ്നേഷിൻ്റെ ഫാമിലിയും ജിഗ്നേഷും ഷെയർ മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. അവർ പതുക്കെ രക്ഷപ്പെട്ടു വരുന്നുണ്ട്. അടുത്ത ദിവസം ഹർഷത് സഹോദരനോട് വീണ്ടും ഷെയർ മാർക്കറ്റിൽ ജോലി ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ സഹോദരൻ ഈ ജോലി അത്ര എളുപ്പമുള്ളതല്ലെന്നും വളരെ സൂക്ഷിക്കണമെന്നും ഹർഷത്തിനോട് പറയുന്നു. അങ്ങനെ സഹോദരൻ ഹർഷത്തിനെ ഒരു ബ്രോക്കറുടെ ഓഫീസിലേക്ക് പറഞ്ഞുവിടുന്നു. ഹർഷത് സേഠ്ജിയോട് പറയുന്നു, ഞാൻ ജോബർ ആകാൻ ആഗ്രഹിക്കുന്നു. ഷെയർ മാർക്കറ്റിനെ കുറിച്ച് എനിക്കറിയാം, പക്ഷേ ഇവിടെ ആദ്യമായിട്ടാണ്. സേഠ്ജി ഒരു നമ്പർ ഡയൽ ചെയ്യാൻ പറയുന്നു. എന്നിട്ട് തിരിച്ചൊന്നും ചോദിക്കാതെ സേഠ്ജി പറയുന്ന ലിസ്റ്റ് ഓർഡർ ചെയ്യാൻ ഹർഷത്തിനോട് പറയുന്നു. 11 ഐറ്റം സേഠ്ജി പറയുന്നു. ഈ ഐറ്റം എല്ലാം സെയിം ടു സെയിം തിരിച്ച് ചോദിക്കാതെ ഹർഷത് ഓർഡർ ചെയ്യുന്നു. അതിനുശേഷം ആ ഓർഡർ ക്യാൻസൽ ചെയ്യാനായി സേഠ്ജി പറയുന്നു. ഹർഷത്തിനുള്ള ഒരു ടെസ്റ്റായിരുന്നു അത്. സേഠ്ജി ഹർഷത്തിനെ സെലക്ട് ചെയ്തിരിക്കുന്നു. മാർക്കറ്റിൻ്റെ സമയത്ത് ക്ലയൻറ്റ് പറയുന്ന ഷെയറുകൾ രണ്ടാമത് ചോദിക്കാതെ വാങ്ങണമായിരുന്നു. അടുത്ത ദിവസം 9 മണിക്ക് വരാൻ സേഠ് പറയുന്നു. തൊട്ടടുത്ത ദിവസം 9 മണിക്ക് തന്നെ മാർക്കറ്റിന് പുറത്ത് വരുമ്പോൾ അവിടെ ഒരു വലിയ വ്യക്തിയെ കാണുന്നു. ആ വ്യക്തിയെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഫ്യൂഷൻ അവിടേക്ക് വരുന്നു. ആരെയാണോ നീ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? അദ്ദേഹമാണ് മനു മുന്ദ്ര. പക്ഷേ മാർക്കറ്റിൽ അദ്ദേഹത്തെ ബ്ലാക്ക് കോബ്ര എന്നാണ് വിളിക്കുന്നത്. അപ്പോഴാണ് അവിടെ മറ്റൊരു കാറിൽ പ്രണവ് സേഠ് വരുന്നത്. ഫ്യൂഷൻ പ്രണവ് സേഠിനെ ഹർഷത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഹർഷത് പ്രണവിനോട് ഷേക്ക് ഹാൻഡ് ചെയ്യാനായി കൈനീട്ടുമ്പോൾ ഷേക്ക് ഹാൻഡ് നൽകാതെ പ്രണവ് അവിടെ നിന്നും പോകുന്നു. ഫ്യൂഷൻ അപ്പോൾ പറയുന്നു, മാർക്കറ്റ് താഴേക്ക് പോകാതെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഇവരെപ്പോലെയുള്ള ആൾക്കാരാണ്. ഫ്യൂഷൻ ഹർഷത്തിനെയും കൊണ്ട് മാർക്കറ്റിനുള്ളിലേക്ക് പോകുന്നു. അതിനിടയിൽ ഷെയർ വാങ്ങാനുള്ള കണക്കുകൾ കൈയുടെ ആംഗ്യത്തിൽ പഠിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ഏരിയ നമ്മുടെ ഏരിയയാണ്. കുറച്ചുള്ളത് ചില്ലറ പാർട്ടിയുടെയാണ്. അവിടേക്ക് നമ്മൾ പോകേണ്ടതില്ല. അതായത് പെന്നി സ്റ്റോക്സ് നമുക്ക് വേണ്ട. വലിയ സ്റ്റോക്കുകൾ മാത്രം നമ്മൾ കളിച്ചാൽ മതി. ഷെയർ മാർക്കറ്റ് ആരംഭിച്ചതും ഹർഷതിന് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. അപ്പോൾ ഫ്യൂഷൻ വന്ന് പറയുന്നു, ആദ്യത്തെ ദിവസം തന്നെ ഒന്നും വാങ്ങുകയും വിൽക്കുകയും ചെയ്യാതിരുന്നാൽ ജോലി പോകും.
അപ്പോൾ ഹർഷത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വ്യാപാരത്തിനായി ഏർപ്പെടുന്നു. വൈകിട്ടായപ്പോൾ സേഠ്ജി ഓഫീസിൽ ഹർഷദിനെ വഴക്ക് പറയുന്നു. ഹർഷത് 25,000 ഷെയറുകൾ വിറ്റു. പക്ഷേ ക്ലയൻറ്റ് 23,000 ഷെയർ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. 2,000 വ്യത്യാസം. ഹർഷത് പറയുന്നു, സേഠ്ജി 2,000 ഞാൻ എൻ്റെ കമ്മീഷനിൽ നിന്ന് നൽകാം. പ്രോഫിറ്റ് ഉണ്ടാക്കിയാലേ കമ്മീഷനും കിട്ടൂ എന്ന് സേഠ്ജി പറയുന്നു. ഹർഷത് സേഠ്ജിയോട് ഒരു അവസരം കൂടി ചോദിക്കുന്നു. പിന്നീട് പുറത്തു വെച്ച് ഫ്യൂഷൻ പറയുന്നു, 25,000 ഷെയർ വിൽക്കുന്നത് കുട്ടിക്കളിയല്ല. നിന്നെ പെട്ടെന്നൊന്നും സേഠ്ജി പുറത്താക്കില്ല. അങ്ങനെ വീണ്ടും BSEയുടെ ഗോതയിലേക്ക് ഹർഷത് ഇറങ്ങുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഹർഷത് മാർക്കറ്റിലെ ബെസ്റ്റ് ജോബർമാരിൽ ഒരാളാകുന്നു. അങ്ങനെ ഒരു ദിവസം ചായ കുടിക്കുന്നതിനിടയിൽ ന്യൂസ് പേപ്പർ ശ്രദ്ധിക്കുന്നു. അവൻ ഫ്യൂഷനോട് പറയുന്നു, പ്രീമിയർ കമ്പനി കാറിൻ്റെ വില വർദ്ധിപ്പിച്ചത് ഇപ്പോഴാണ്. അതുകൊണ്ടാണ് പ്രീമിയറിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഈ വാർത്ത അറിയാവുന്ന ആരോ ആണ് പ്രീമിയറിൻ്റെ സ്റ്റോക്കുകൾ വാങ്ങിയിരിക്കുന്നത്. ഇതിനെ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നു. ഇത് ഇന്ത്യയിൽ ഇല്ലീഗലാണ്. ഹർഷദിനും ഈ രീതിയിൽ ട്രേഡ് ചെയ്ത് കാശുണ്ടാക്കാനുള്ള ആഗ്രഹമുണ്ടായി. അപ്പോൾ കമ്പനി യൂണിയൻകാരെ ചെന്ന് കാണുന്നു. അവരിൽ നിന്നും മനസ്സിലായി എല്ലാ യൂണിയൻകാരും ഒരാളുടെ കീഴിലാണുള്ളതെന്ന്. ഡോക്ടർ ദാദാ സട്ടൻ. ഹർഷത് ഡോക്ടർ ദാദാ സട്ടനെ കാണാനായി പോകുന്നു. എന്നിട്ട് ഹർഷത് പറയുന്നു, ഇന്നലെയാണ് പ്രീമിയർ ആട്ടോ കാറുകളുടെ വില കൂട്ടിയത്. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായി സ്റ്റോക്ക് വളരെ ഹൈയിലാണ് നിൽക്കുന്നത്. ഇതുകൊണ്ട് നിങ്ങൾക്കോ വർക്കേഴ്സിനോ ഒരു ഉപയോഗവുമില്ല. കമ്പനിയിലെ ഇതേപോലുള്ള ഇൻഫർമേഷൻസ് എനിക്ക് നൽകുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് നൽകാം. ഹർഷത്തിൻ്റെ സഹോദരൻ ഇൻസൈഡർ ട്രേഡിംഗ് ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നു. വലിയ ട്രേഡർമാർ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പണിയാകും. പിന്നീട് ഹർഷത് ഇൻസൈഡർ കമ്പനികളിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ആ ഷെയറിൽ വളരെ കുറഞ്ഞ വിലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. കമ്പനികൾക്ക് ലാഭമോ നഷ്ടമോ ഹർഷത്തിന് വളരെ പ്രോഫിറ്റായിരുന്നു. എന്നാലും ഹർഷത്തിന് അത് മതിയായിരുന്നില്ല. ഒരു ദിവസം ഹർഷത് ഫ്യൂഷനോട് പറയുന്നു, ഞാൻ സ്വന്തമായി ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങാൻ പോകുന്നു. ഇവിടെ ജോലിക്കായിട്ട് വന്നതല്ല, ട്രേഡിംഗ് പഠിക്കാനായിട്ടാണ് വന്നത്. പഠിക്കേണ്ടതെല്ലാം പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ ഹർഷത്തും സഹോദരനും കൂടി സ്വന്തമായി ട്രേഡിംഗ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ അവർ അവരുടെ ചെറിയ വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് മാറുന്നു. അങ്ങനെ ഒരു ദിവസം ഹർഷത്തും സഹോദരനും വില കുറഞ്ഞ ഷെയറുകൾ ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് എന്തിനാണ് എന്ന് സഹോദരൻ ചോദിച്ചപ്പോൾ, കുറഞ്ഞ ഷെയർ ബൾക്കായി വാങ്ങിയിട്ട് മാർക്കറ്റിൽ അതിൻ്റെ വില കൂടാൻ പോകുന്നു എന്നൊരു റൂമർ പരത്തും. എന്നിട്ട് വില കൂടുമ്പോൾ സെൽ ചെയ്ത് ലാഭമുണ്ടാക്കും. ഇതാണ് പ്ലാൻ. അൽവർ ഫാർമ എന്നൊരു ഷെയർ അവർ സെലക്ട് ചെയ്യുന്നു. അത് വാങ്ങാനായി 20,000 രൂപ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഒരു 20,000 കൂടെ വേണമായിരുന്നു. അതിനായി പ്രണവ് ഭായിയുടെ അടുത്തേക്ക് പോകുന്നു. പ്രണവ് ഭായ് ഇപ്പോഴും ഹർഷത്തിനെ മൈൻഡ് ചെയ്യുന്നില്ല. പ്രണവിനോട് 5 മിനിറ്റ് സംസാരിക്കാൻ ഹർഷത് സമയം ചോദിക്കുന്നു. എന്നിട്ട് അൽവർ ഫാർമയുടെ ഷെയർ ഒരുമിച്ച് വാങ്ങാമെന്ന് പ്രണവിനോട് ചോദിക്കുന്നു. ചെറിയ ഷെയറുകൾ വാങ്ങാൻ തയ്യാറല്ലായിരുന്ന പ്രണവിനോട് ഷെയറിൽ ഓപ്പറേറ്റ് ചെയ്ത് ലാഭമുണ്ടാക്കാമെന്ന് ഹർഷത് പറയുന്നു. ഷെയറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ ഇല്ലീഗലാണ്. എങ്കിലും ഹർഷത് പ്രണവിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. അൽവർ ഫാർമയുടെ ഷെയറുകൾ ഉയരാൻ പോകുന്നു എന്ന് ഒരു റൂമർ പരത്തുന്നു. ഒരു ബ്രോക്കർ മറ്റൊരു ബ്രോക്കറിലേക്ക് ഈ റൂമർ എത്തിക്കുന്നു. അങ്ങനെ അൽവർ ഫാർമയുടെ ഷെയറുകൾ അന്ന് നല്ല രീതിയിൽ വിറ്റുപോകുന്നു. മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അൽവർ ഫാർമയുടെ ഷെയറുകൾ ഏകദേശം 3 മടങ്ങ് ഉയരത്തിലെത്തിയിരുന്നു. ഈ ദിവസത്തെ വിജയത്തിന് ശേഷം ഹർഷത് പ്രണവിൻ്റെ ഏറ്റവും അടുത്ത ആളായി മാറുന്നു. ഇതിനുശേഷം ഹർഷത് പ്രണവിനോട് വേറെ 2 ഷെയറുകളെക്കുറിച്ച് പറയുന്നു. 50-50 ഓഫറോടുകൂടി പ്രണവ് അത് സമ്മതിക്കുന്നു. മാർച്ച് 18, 1982 ഹർഷത് ഒരു പുതിയ കാർ മേടിക്കുന്നു. അന്നേ ദിവസം തന്നെ മാർക്കറ്റ് ഡൗൺ ആകുന്നു. അശ്വിൻ വന്ന് ഹർഷത്തിനോട് പറയുന്നു, നമ്മുടെ 10 ലക്ഷം മാർക്കറ്റിൽ പോയി. ആരോ അരമണിക്കൂറിനകം കൊണ്ട് ഗെയിം ചേഞ്ച് ചെയ്തു. 8% മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ട്. കൽക്കട്ട ഗ്യാങ് അജിത് ഏസിയ ബൾക്കായി ഷെയർ വിറ്റിരിക്കുന്നു. ഈ ക്രാഷിൽ എല്ലാ ചെറിയ ട്രേഡേഴ്സിനും നഷ്ടം മാത്രമാണ് ഉണ്ടായത്. ഇതോടുകൂടി ഹർഷത്തിൻ്റെ കാര്യം കഴിഞ്ഞു എന്ന് തോന്നുന്നു. പക്ഷേ മാച്ച് ഇപ്പോഴും തുടങ്ങിയിട്ടില്ലായിരുന്നു. ഹർഷത്തിൻ്റെ എൻഡിന് 10 വർഷം ഇനിയും ബാക്കിയുണ്ട്. ഏപ്രിൽ 22, 1992 ആ ദിവസത്തിൽ ശരത് ബില്ലാരി സുജിത മാമിൻ്റെ അടുക്കൽ ഹർഷത്തിൻ്റെ സ്കാമിനെ കുറിച്ചുള്ള വാർത്ത നൽകാൻ വന്നതായിരുന്നു. അവൻ ചായ വരുന്നതിന് മുമ്പ് തന്നെ പേടിച്ച് അവിടെ നിന്ന് സ്ഥലം വിട്ടിരുന്നു. ഇതോടുകൂടി ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നു.